നിങ്ങൾക്ക് ലോഗ് ഫയൽ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് ലറ്റ്സ് വേണോ എങ്കിൽ ദേ ഈ ഒരു ലറ്റ്സ് ജസ്റ്റ് വലിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ലോഗ് ഫയലിന്റെ നോഡിൽ വിട്ട് കഴിഞ്ഞാൽ ദേ ഇതുപോലെ കളർ ഗ്രേഡ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ലോഗ് ഫയലൊക്കെ ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഫുട്ടേജിന് വേണ്ടിയിട്ട് ഒരു കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കളർ ഗ്രേഡ് വെച്ചിട്ട് ഞാനൊരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇനി ഇത് എങ്ങനെ ഡാവിഞ്ചി റിസോൾവിൽ ഈ പ്രീസെറ്റ് കൊണ്ടുവരണമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ അതും പറഞ്ഞുതരാം. ഡാവിഞ്ചി റിസോൾവിൽ കളർ പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് വലതുവശത്ത് സെറ്റിംഗ്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സൈഡിലായിട്ട് കളർ മാനേജ്മെന്റ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് ലുക്കപ്പ് ടേബിൾസ് എന്ന് കാണാൻ പറ്റും. അതിൽ തൊട്ട് താഴെയായിട്ട് ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡാവിഞ്ചി റിസോൾവിലുള്ള ഇപ്പോഴത്തെ എല്ലാ ലെറ്റ്സുകളും ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലോഗ് എന്ന് കൊടുക്കാം. ലോഗ് ലെറ്റ്സ് എന്ന് മാത്രം കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ പ്രീസെറ്റ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇത് ഇവിടെ നിന്നും എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇത്ര പരിപാടിയുള്ളൂ. ഇതിന് ശേഷം വീണ്ടും ഡാവിഞ്ചി റിസോൾവിലേക്ക് തിരിച്ചു വരിക. ഇവിടെ ഈ അപ്ഡേറ്റ് ലിസ്റ്റ് എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ അപ്ഡേറ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ദാ ലോഗ് ലെറ്റ്സ് എന്നുള്ളത് ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് ജസ്റ്റ് വലിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഈ ഒരു നോഡിൻ്റെ മുകളിൽ വിട്ടുകൊടുത്താൽ മതി. യെസ്, കളർ ഗ്രേഡായി. ഇത് നിങ്ങളുടെ വീഡിയോസിന് ഈ ഒരു കളർ കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് നോക്കിയാൽ ഇവിടെ കീ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഔട്ട്പുട്ട് എന്ന് കാണാം. അതിൽ ഈ ഗെയിൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴോട്ട് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രീസെറ്റ് കട്ടാവുന്നതായിട്ട് കാണാം. നോക്കിയേ, കണ്ടോ, അതിൻ്റെ ഡെപ്ത് കട്ടായി വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഫുഡിനനുസരിച്ച് അതിൻ്റെ ഡെപ്തും കുറയ്ക്കാൻ പറ്റും. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്തൊക്കെയായാലും ഇടുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.